ഞാനൊരു സിനിമയുടെ ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ ഇരുന്ന സമയത്ത് അതിൻ്റെ ഒരു ട്രെയിലർ കട്ട് ചെയ്യുന്നു, ഞാനല്ല മറ്റൊരാൾ കട്ട് ചെയ്തപ്പോൾ ഞാനൊന്നും കാണാനിരുന്നതാണ്. അപ്പോൾ ആ സിനിമയിൽ ഒരു സീരിയൽ നടി അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ നടിയുടെ ഫേസ് ഈ പടത്തിൻ്റെ ട്രെയിലർ ഇടണ്ടെന്ന് പറഞ്ഞു. കാരണം സീരിയലിലെ നടന്മാരെ എപ്പോഴും സിനിമാക്കാർക്കൊരു പുച്ഛമാണ്. കാരണം അതിൻ്റെ കാര്യം ഫെമിലാരിറ്റി എപ്പോഴും കണ്ടും അടുത്ത മുഖമാണ്. പിന്നെ സീരിയലുകാർ തന്നെ കുറച്ചൊക്കെ ഡീഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അഭിനയത്തിൻ്റെ കാര്യത്തിൽ പ്രൊഫഷണലൈസ് ഇല്ല. ഈ പറയുന്ന രാവിലെ എണീറ്റ് വരുമ്പം ഒരുങ്ങിയ അമ്മയും മരുമോളും ഒക്കെ അങ്ങനെ ഒരു ഡീഗ്രേഡ് ചെയ്തു. അതുകൊണ്ട് സീരിയൽ നടന്മാർക്ക് സിനിമയിലേക്കുള്ള വാതിലുകൾ വളരെ കുറച്ചേ തുറക്കത്തുള്ളൂ. അതെനിക്കും പറ്റിയിരുന്നു. ഇപ്പം നിവേദ്യം കഴിഞ്ഞ് ഞാൻ ഒരിക്കലും ഒരു നടനാകാൻ വേണ്ടി സിനിമ വന്ന ആളല്ല. രോഗി സാറിന് മുമ്പിൽ ഒരു സംവിധാന സഹായിയാകാൻ ചെന്നു, ജയരാജ് സാറിൻ്റെ അടുത്ത് ചെന്നു, ഷാജി സാറിൻ്റെ അടുത്ത് ചെന്നു. ഇവരൊക്കെ എൻ്റെ രൂപമൊക്കെ കണ്ടപ്പം ഒരു വില്ലനാക്കി അല്ലെങ്കിൽ കുട്ടിസ്രാങ്കിലെ ഒരു കഥാപാത്രമാക്കി ചേർത്തതാണ്. അതുകൊണ്ട് ഞാൻ നടനാകാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് അഭിനയം അറിയാവുന്ന പണിയാണെന്ന് തോന്നി തുടങ്ങിയപ്പോൾ ഞാൻ ഒരു സീരിയൽ കമ്മിറ്റ് ചെയ്തതാണ്. ഒരു തമിഴ് തെലുങ്ക് സീരിയലാണ് കമ്മിറ്റ് ചെയ്തത്. ആ സീരിയൽ അഭിനയിച്ച് കഴിഞ്ഞ് പിന്നെ കുറേ അവസരങ്ങൾ വന്നു. ഞാൻ ഒരിക്കലും അറിഞ്ഞില്ല അത് എൻ്റെ സിനിമയിലേക്കുള്ള വാതിലടയുകയാണെന്ന്.